ഒരുപക്ഷം സ്ത്രീകളെ നിരാഹാര സമരത്തിലേക്ക് നയിച്ചിട്ട് നമ്മുടെ ആരോഗ്യമന്ത്രി പോയത് ക്യൂബൻ അത്താഴ വിരുന്നിനാണ്. ഞാൻ പറഞ്ഞു വരുന്ന ആശാ വർക്കേഴ്സിന്റെ സമരമാണ്. എങ്ങും എത്താത്ത, മിക്കവാറും ചരിത്ര താളുകളിൽ ഇടം പിടിക്കാനുള്ള കേരളത്തിലെ ഏറ്റവും വലിയ സമരങ്ങളിൽ ഒന്നായി മാറും മിക്കവാറും ആശാ വർക്കേഴ്സിന്റെ സമരം. ഇപ്പൊ ക്യൂബൻ അത്താഴ വിരുന്ന് കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ് മന്ത്രി. ചേട്ടൻ എന്താ പറയാനുള്ളത്? ഈ സമരം അവസാനിപ്പിക്കാൻ CPM-നും സംസ്ഥാന സർക്കാരിനും യാതൊരു ഉദ്ദേശവുമില്ല. അവർ ഈ സമരം പരമാവധി തുടരട്ടെ എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ JP നഡ്ഡയെ കാണാനായിട്ടാണ് ആരോഗ്യമന്ത്രി ഡൽഹിയിൽ ഇതിനോടൊപ്പം ഈ ക്യൂബൻ ഉപപ്രധാനമന്ത്രി മാർട്ടിനസ് ഡയസിൻ്റെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കാൻ പോയ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ്, അതോടൊപ്പം അത് കഴിഞ്ഞ് അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയെ നേരിൽ കണ്ട് ഈ നമ്മുടെ കേരളത്തിലെ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളും കൂടി സംസാരിക്കണം എന്നുദ്ദേശിച്ചാണ് അത്രേ ഡൽഹിയിൽ പോയത്. നമുക്ക് വാസ്തവത്തിൽ ഔദ്യോഗികമായ പത്രക്കുറിപ്പോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഇത് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. എന്തായാലും JP നഡ്ഡയെ കാണാനുള്ള അവസരം നമ്മുടെ വീണ ജോർജിന് ലഭിച്ചില്ല. അവർ ക്യൂബൻ മന്ത്രിയുടെ JP നഡ്ഡ നമ്മുടെ കേന്ദ്രമന്ത്രിയെ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചെന്ന ഉടനെ കാണാൻ പറ്റുന്നതാണോ ഈ കേന്ദ്രത്തിൽ? ഒരിക്കലും അത് സാധിക്കില്ല. അത് മാത്രമല്ല, ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്യൂബയിൽ പോയതുമായിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് KN ബാലഗോപാൽ, വീണ ജോർജ്, അബ്ദുറഹിമാൻ തുടങ്ങിയ മന്ത്രിമാരാണ് ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ക്യൂബൻ ഉപപ്രധാനമന്ത്രി കാണാൻ പോയത്. ഈ കാണാൻ പോയ വഴിക്ക് എന്നാ പിന്നെ തിരിച്ചു വരുമ്പോ ഇവിടെ പൊങ്കാല ഇടണ്ട എന്ന് കരുതി എന്നാ പിന്നെ ഒന്ന് പോയി കണ്ട് എന്നുള്ളതിന് ഒരു തെളിവ് ഉണ്ടാക്കിയിട്ട് തിരിച്ചു വന്നതല്ലേ? കാരണം ഈ ഒരു കേന്ദ്രത്തിൽ ഒരു മന്ത്രിയെ കാണണം എന്നുണ്ടെങ്കിൽ നേരത്തെ മുൻകൂട്ടി നമ്മൾ അവിടെ വിവരം അറിയിക്കുകയും അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന മെയിൽ അയക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്തതിന് ശേഷമാണ് ഒരു മന്ത്രിയെ കാണാൻ പോകുന്നത്. ഇത് ഏത് പൊട്ടന്മാർക്കും അറിയാം. കേരളത്തിലെ മലയാളികളൊന്നും പൊട്ടന്മാരൊന്നുമല്ല. അപ്പം ഇത്തരത്തിൽ അങ്ങോട്ട് ചെന്ന ഉടനെ എന്നാൽ ഇതുവഴി പോയിട്ട് ഉച്ച കഴിഞ്ഞ് എന്നാൽ മറ്റേത് കാണാൻ ഇതെന്തുവാ മറ്റേ വില്ലേജ് ഓഫീസർ പഴഞ്ചൊല്ലുണ്ടല്ലോ, അംഗവും കാണാം താളിയും പറഞ്ഞതുപോലെ. അല്ല, അതിന് വീണ ജോർജ് പറഞ്ഞ നേരത്തെ ആശാ വർക്കേഴ്സിന്റെ സമരം തുടങ്ങിയപ്പോഴേ ഞങ്ങൾ ഇതിന് വേണ്ടുന്നത് മന്ത്രിയെ കാണാൻ ഉള്ള പെർമിഷന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ വീണ്ടും ഇതിപ്പം ഇവര് കൊടുത്തിരിക്കുന്ന അതായത് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് സഹിതം എടുത്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. കാരണം ഇവിടെ മാധ്യമങ്ങൾ എടുത്ത് പൊങ്കാല ഇടുമെന്നുള്ളത് അറിയാം. ഇപ്പൊ മാധ്യമങ്ങൾക്കാണ് പിഴ. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് മുമ്പ് വീണ ജോർജിൻ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അപ്പൊ പറഞ്ഞിരിക്കുന്നത് ഞാൻ എൻ്റെ കയ്യിൽ പ്രൂഫ് ഉണ്ട്, എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്, ഞാനിതാ എൻ്റെ പോയത്, ഞങ്ങൾ നേരത്തെ മെയിൽ അയച്ചിരുന്നു. പക്ഷെ മന്ത്രി എന്താണ് പാർലമെന്റുമായിട്ടുള്ള ഇപ്പൊ ഇത് സമ്മേളനം നടക്കുവാണല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് കാണാൻ അദ്ദേഹത്തിന് സമയക്കുറവുള്ളതുകൊണ്ടാണ് ഇവിടെ ആശാ വർക്കർ അത്രയെങ്കിലും പറഞ്ഞു. 500 സ്ത്രീകള് ഏകദേശം 10-30-40 ദിവസമായിട്ട് ഇന്ന് മുതൽ നിരാഹാര സമരം തുടങ്ങി കേരളം കത്തി പടർന്നുകൊണ്ടിരിക്കും. ഞങ്ങൾ കൊടുത്തിരുന്നു. ഇതാണ് വീണ ജോർജിന് നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ നിലപാട്. സത്യം പറഞ്ഞാൽ എനിക്ക് ചേട്ടാ ഇതിനോട് പറയാനുള്ള നമ്മുടെ ആശാ വർക്കേഴ്സ് ഏകദേശം 26,125 ആശാ വർക്കർ ഉണ്ടെന്നാണ് കണക്ക്. ഇതില് കുറച്ച് പേര് ഇപ്പൊ 600 പേരാണെങ്കിൽ 50 പേരാണെങ്കിലും സമരം നടത്തുന്നത് സമരം തന്നെയാണ്. ഈ സമരത്തിന് തുല്യ സമരം തന്നെയാണ്. പക്ഷെ ഇതിനൊരു നെഗോസിയേഷൻ പോലും സർക്കാർ എടുക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒന്നുകിൽ പറയാം ഞങ്ങൾ ഇത്ര വെച്ച് തരാം, അല്ലെങ്കിൽ ഇത്ര ഞങ്ങൾ ചെയ്യാം. ഇതിങ്ങനെ അവരാകെ ചെയ്തതെന്ന് വെച്ചാൽ മാനദണ്ഡങ്ങൾ ഒഴിവാക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് നേരത്തെ കഴിഞ്ഞ വർഷവും ഇത്തരത്തിലുള്ള സമരങ്ങളും ചർച്ചകളും ഒക്കെ ഈ ആശാപ്രവർത്തകർ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് നേരത്തെ ഉള്ള ഈ മാനദണ്ഡങ്ങൾ ഒഴിവാക്കുന്നതല്ലല്ലോ. നമ്മുടെ ഒരു മിനിമം വേതനം അവരുടെ തന്നെ പ്രകടന പത്രികയിൽ 700 രൂപയാക്കണമെന്നുള്ള CPM-ന്റെ പ്രകടന പത്രികയിലുണ്ട്. 700 ഒരു ശരാശരി ഒരു മനുഷ്യൻ ഒരു ജീവിക്കാനുള്ള മിനിമം വേതനം എന്ന് പറയുന്നത് 700. അത്രയെങ്കിലും ഇല്ലെങ്കിലും സംസ്ഥാന സർക്കാർ ഇത്ര തരാം എന്നൊരു ഒരു ഇളവ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കോംപ്രമൈസിങ് ചർച്ച പോലുമില്ല. ഈ ഒരു ചർച്ചയില്ലാതെ ഇത്തരത്തിലൊരു ചർച്ചയെങ്കിലും ചെയ്യുന്ന ആശാപ്രവർത്തകർ പറഞ്ഞപ്പോൾ ഇതെന്താ വിലപേശി കഴിക്കുന്നു എന്നാണ് വീണ ജോർജ് ഇന്നലെ തമാശയായിട്ട് കളിയിൽ ചോദിച്ചത്. ഇവിടെ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു, അവിടെ കളി, അവിടെ തമാശ. അല്ല, പണ്ട് ഒരു ഇത് പറയുന്നതിന് അമ്മയ്ക്ക്
പ്രസവവേദന മോൾക്ക് വീണ വായന അതിപ്പോ കൃത്യമായിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് നന്നായിട്ട് അറിയാം, ഏകദേശം ഒരു 700 രൂപയാണ് ഒരു ദിവസക്കൂലി അവർ ചോദിക്കുന്നത്. അപ്പം ഇത്രയും 26,000 ശിഷ്ടം ഇത്രയും ആശാ വർക്കേഴ്സിന് നമ്മൾ 37 കോടിയാണ് നമുക്ക് ഒരു മാസം ഇവർക്ക് കൊടുക്കേണ്ടുന്ന തുക. ഇനി അതൊരു നമ്മളുടെ ഒരു ഇളവനുസരിച്ച് സംസ്ഥാന സർക്കാർ ഒരു ഇളവ് കൊടുക്കുക, പ്രതിദിനം ഒരു 500 രൂപയാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു 21 കോടിയായിരിക്കും നമ്മുടെ ഒരു മാസത്തെ സംസ്ഥാന സർക്കാരിന് ഇവർക്ക് വേണ്ടിയിട്ട് അധികമായിട്ട് ചെലവാക്കേണ്ടതായിട്ട് വരുന്നത്. ഈ ഓണറേറിയം എന്ന് പറയുന്നത് 7,000 രൂപ സംസ്ഥാന സർക്കാർ, 3,000. ഈ 3,000 എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻസെന്റീവ് ആണ്. ഈ ഫിക്സഡ് ഇൻസെന്റീവില് 60% കേന്ദ്ര സർക്കാരും 40% കേരള സർക്കാരുമാണ് നൽകും. അപ്പൊ ഈ 7,000 രൂപ ഓണറേറി കേരള സർക്കാർ കൊടുക്കേണ്ടുന്ന തുക തന്നെ. പിന്നെ ഉള്ളത് ഈ 3,000 ആണ്. ഈ 10,000 രൂപ അവർക്ക് കൊടുക്കേണ്ടുന്ന കിട്ടേണ്ടുന്ന തുക തന്നെയാണ്. ബാക്കിയുള്ള ഇൻസെന്റീവ്, അതായത് നമ്മൾ ഈ പോളിയോ വാക്സിൻ ഇങ്ങനെയൊക്കെ ഉള്ളതിന് അവർക്ക് 25 രൂപ 75 രൂപയൊക്കെ വെച്ച് എക്സ്ട്രാ കൊടുക്കും. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ പിൻവലിക്കുമ്പോൾ, ഈ ഫിക്സഡ് ഇൻസെന്റീവിൽ ഉണ്ടാകുന്ന ഭേദഗതി വരുമ്പോൾ അവർക്ക് ഈ ഓണറേറിയം കൃത്യമായിട്ടുള്ള 3,500 രൂപ കിട്ടുന്നില്ല. അവിടെ ഈ മാനദണ്ഡങ്ങൾ പിൻവലിച്ചു എന്ന് പറയുന്നിടത്ത് പിന്നെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഒരു സാമ്പത്തിക വർഷത്തിലെ നമ്മുടെ ഒരു എക്സ്പെൻഡിച്ചർ, നമ്മളൊരു ബഡ്ജറ്റ് നമ്മൾ ഇടുമ്പോൾ നമ്മുടെ സാമ്പത്തിക വർഷത്തിലെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ബഡ്ജറ്റ് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ഏകദേശം 1,92,582 കോടി രൂപയാണ് നമ്മൾ ബഡ്ജറ്റ് ഇനത്തിൽ ഈ നടപ്പ് വർഷത്തിൽ നമ്മൾ നീക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിലെ ഒരു 400 കോടി രൂപയുടെ ഒരു അധിക വർധനവ് ഇതിനകത്തുണ്ടായാൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു 500 രൂപ പ്രതിദിനം ആശാ വർക്കേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ ഒരു 400 കോടി രൂപയുടെ എക്സ്ട്രാ വർധനവാണ് സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുന്നുള്ളൂ. ഇത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത്ര രൂപ ബഡ്ജറ്റ് നീക്കിയിരിപ്പ് വെക്കുമ്പോൾ ഇത്ര കോടിയും കൂടെ, എത്രയോ കോടികൾ എന്തിനെല്ലാം ആവശ്യത്തിനും അനാവശ്യത്തിനും സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നുണ്ട്, ദൂർത്തടിച്ച് കളയുന്നുണ്ട്. ഈ 400 കോടി ഒരു ആശാ വർക്കർ ചോദിക്കുന്ന ഒരു മിനിമം വേതനം ഒരു 500 രൂപയെങ്കിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നഷ്ടമൊന്നുമില്ല. കാരണം നമുക്ക് തന്നെ അറിയാം, ഒരു മനുഷ്യന് ശരാശരി ജീവിക്കണം കുറഞ്ഞത് ഒരു 1000 രൂപയെങ്കിലും വേണം. ആശാ വർക്കർ എന്ത് ചെയ്യുന്നു എന്നുള്ള ഇതിനിടയ്ക്ക് കുറെ ഇത് വന്നായിരുന്നു. ആശാ വർക്കേഴ്സ് എന്ത് ചെയ്യുന്നു, രാവിലെ മുതൽ അവർ എന്താണ് ചെയ്യുന്നത്, അവർ വീട്ടിൽ ഇരുന്നാണ് പലരും വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരുന്നു. പക്ഷേ ഞാൻ പറയുന്നു, മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് ആശാ വർക്കേഴ്സിന് ഇത് കൂട്ടിക്കൊടുക്കുന്നില്ല? അവർക്ക് ഇതിനേക്കാളും വേതനം കുറവല്ലേ? പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ആരോഗ്യ മേഖല മുന്നിലാണെന്ന് സംസ്ഥാന സർക്കാർ ഓരിയിടുന്നതിന്റെ ഒരു 70% ഇത്തരത്തിലുള്ള ആശാ വർക്കേഴ്സിന്റെ സാമീപ്യം ഉള്ളതുകൊണ്ടാണ്, അവരുടെ പ്രവർത്തനം ഉള്ളതുകൊണ്ടാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കോവിഡ് സമയം പോലുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നിട്ടറിയാം. മറ്റ് സംസ്ഥാനങ്ങളിൽ കുറവാണെന്ന് പറയുന്നില്ലേ? ഇല്ല, കേരളത്തെക്കാൾ കൂടുതലാണ്. പക്ഷെ ഇവര് അങ്ങനെ പറയുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അവരെന്തുകൊണ്ട് ചോദിക്കും, അവര് ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആയിരിക്കും, എന്ത് തന്നെ ആയിക്കോട്ടെ, അവര് വർക്ക് ചെയ്യുകയോ ചെയ്യാതിരിക്കുക. നമ്മുടെ സംസ്ഥാനത്തിന്റെ കാര്യം നോക്കാം. ആശാ പ്രവർത്തകർ നമുക്ക് ചെയ്തു തരുന്ന ഡ്യൂട്ടി അല്ലെങ്കിൽ നമുക്ക് ചെയ്തു തരുന്ന പ്രവർത്തനങ്ങൾ, സേവനങ്ങൾ, അത് നമ്മുടെ കേരളത്തിന്, നമ്മുടെ സംസ്ഥാനത്തിന്, ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതിൽ അവരെ പിന്നോട്ട് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഈ ആശാ വർക്കേഴ്സ് ഇല്ല എങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, ആശാ വർക്കേഴ്സ് എന്ന് പറയുന്ന ഒരു തസ്തിക വേണ്ട, അതങ്ങ് നീക്കാത്ത എന്ത്? ഇവരെയും കൊണ്ടില്ല മാട് പണിയിക്കണോന്ന് അടിമയെ പോലെ പണിയും ചെയ്യിക്കണം, ഇവർക്ക് വേതനവും നൽകില്ല എന്ന് പറയുന്നത് എന്ത്? എന്നിട്ട് ഇതിനിടയ്ക്ക് ചോദിക്കുന്നത് ഇവരെന്തുകൊണ്ട് സ്ഥിരം ശമ്പള ഇതാക്കിക്കൂടാ, അതായത് സ്ഥിരം ജോലിക്കാരാക്കിക്കൂടാ, PSC വഴി എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഇത് കേന്ദ്ര സർക്കാർ സ്ഥിരപ്പെടുത്തുന്നില്ല. ഇത് കേന്ദ്ര സർക്കാരിന്റെ ഇതിപ്പം ഒരു സമരസമിതി, അതായത് ഒരു സംഘടന ഇതിനു വേണ്ടി സമരം ചെയ്യുമ്പോൾ അത് അവരുടെ ആവശ്യങ്ങളാണ്. അവര് ഇപ്പൊ നാളെ പറയാണ് ഞങ്ങളെ സ്ഥിരപ്പെടുത്തണം എന്ന് അവരുടെ ആഗ്രഹമാണ്. അവർക്കിപ്പോ ആവശ്യം എന്താണ്? അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, അവരുടെ ഇതെല്ലാം ചെയ്ത് അവസാനം വയസ്സാം കാലത്ത് പോകുമ്പോൾ ഒരു 5 ലക്ഷം രൂപ ഞങ്ങൾക്ക് കയ്യിൽ. ഇതൊരു സാമാന്യമായിട്ട് സംസ്ഥാന സർക്കാർ ചെയ്തു കൊടുക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അറ്റ്ലീസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ഒരു ചർച്ചയ്ക്ക് പോലും ഇല്ല എന്നുള്ള കടുംപിടുത്തം എനിക്ക് തോന്നുന്നു. അതിൽ SUCA എന്നുള്ള ഒരു സംഘടനയാണ് ഇതിനകത്ത് സമരത്തിന് ഇറങ്ങി എന്നുള്ള ഒരു രാഷ്ട്രീയ കളി തന്നെയാണ്. കാരണം മറ്റുള്ള സംഘടനകളോ മറ്റുള്ള യൂണിയനുകളോ ഒക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ സംസ്ഥാന സർക്കാർ ഇതിനകത്ത് ഈ SUCA ഇനി ഭയക്കുന്നത് കൊണ്ടാണോ എന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടി. ഇതിനകത്തൊരു
വൃത്തികെട്ട രാഷ്ട്രീയം കലരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. കാരണം ഈ 500-600 പേരിറങ്ങുമ്പോൾ ബാക്കിയുള്ളവരും ചിന്തിക്കണം, ബാക്കിയുള്ള വർക്കേഴ്സും ചിന്തിക്കണം, ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ പോരാടുന്നത്. എന്ത് തന്നെയായാലും ഒരു നമുക്ക് തന്നെ ലജ്ജാകരമായിട്ടുള്ള ഒരു സമരമാണ്. കേരളത്തിന് തലകുരി, പ്രത്യേകിച്ച് സ്ത്രീകൾ എന്നൊക്കെ പറയുമ്പം എപ്പോഴും നമ്മുടെ സംസ്കാരം, കേരള സംസ്കാരം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നതാണ്. നമ്മളിപ്പോൾ നിലവിലിരിക്കുന്ന ഭരണാധികാരികൾ, CPM എന്ന് പറയുന്ന പാർട്ടി എന്ന് പറയുന്ന സ്ത്രീകൾക്ക് കുറച്ചുകൂടി ഒരു പ്രാധാന്യം നൽകുന്ന പാർട്ടിയാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ അവരുടെ ആ ഒരു തലക്കനങ്ങളും അവരുടെ മറ്റുള്ള രാഷ്ട്രീയമായിട്ടുള്ള കുതന്ത്രങ്ങളും കാരണമാണ് ഇന്നിപ്പോൾ സ്ത്രീകൾ ഇവരുടെ മുമ്പിൽ ഭിക്ഷയാചിച്ച് നിൽക്കേണ്ടുന്ന ഒരവസ്ഥയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ സ്ത്രീ അവളുടെ വസ്ത്രമൂരി കളയേണ്ടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഈ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിൽക്കുന്നത്. ഇത് തീർച്ചയായിട്ടും നാളെ ചരിത്രത്തിൽ തന്നെ ഈ ഒരു പാർട്ടിക്ക് ലജ്ജിക്കുന്ന തരത്തിൽ, തലകുനിക്കേണ്ടുന്ന തരത്തിലൊരു സമരമായി മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്.